ഹലോ മക്കളെ, നമസ്കാരം മക്കളെ. അപ്പോൾ നമ്മുടെ എക്സാം അടുത്ത് കഴിഞ്ഞു അല്ലേ? കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ച് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈയിടെ ആയിട്ടും പ്രീവിയസ് ഇയറിലായിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് ഓൽക്ക് തന്നെ മടുത്തു പോയ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നുള്ളത്. അധികമൊന്നുമില്ല മക്കളെ, വെറും ഒരു 5 ക്വസ്റ്റ്യൻസ്, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്കയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചവരാണെങ്കിൽ നിങ്ങളിതൊന്ന് കണ്ടിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സെറ്റ് ആണോ എന്ന് നോക്കാം. പഠിക്കാത്തവരാണെങ്കിൽ ഒപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു പോരാ, വേറെ ഒന്നും ചെയ്യാല്ല. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് 3 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അല്ലേ, ഓരോ ജനറേഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാവും. ഷോർട്ട് നോട്ട്, ചെറിയൊരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും. എന്താണ് 3 ജനറേഷൻ അല്ലേ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഓരോ ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, 3G 4G 5G അല്ലേ, 3G എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ജനറേഷൻ്റെ കുറിച്ചൊരു 5 ജനറേഷൻസ് ആണ് നമുക്ക് പഠിക്കുക അല്ലേ. 5 ജനറേഷൻസിനെ പറ്റിയിട്ട് നമുക്കൊരു ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ടേബിൾ ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇതന്നെ ആ ഷോർട്ട് നോട്ട്, ഇതങ്ങോട്ട് ഷോർട്ട് നോട്ട് ചെയ്താൽ മതി. എന്താണ്? ടെക്നോളജി 5G ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അതിൽ ഫസ്റ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? വാക്വം ട്യൂബ് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ വളർന്ന് വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. വാക്വം ട്യൂബ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ട് മാറി അല്ലേ. പിന്നെന്തായി? ഇൻ്റഗ്രേറ്റഡ് ICs ആയി മാറി, IC ചിപ്പുകളായിട്ട് മാറി. പിന്നെ മൈക്രോ പ്രോസസ്സസ് ആയി. ഇപ്പോൾ എന്തായി? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ, AI വരെ വന്നു അല്ലേ. ഇനി ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇതിലെല്ലാത്തിലും OSകൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഫസ്റ്റത്തെ 2 എന്തില്ല? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. അത് വെറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന 2 കാര്യങ്ങളായിരുന്നു. ബാക്കിയുള്ളതിനൊക്കെ എന്തുണ്ട്? 3G മുതൽ ഇങ്ങോട്ട് എന്താണ് ഇതുണ്ട് അല്ലേ. നെക്സ്റ്റ് ലാംഗ്വേജുകൾ, മിഷൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. വാക്കോമും മിഷനുള്ളൂ. പിന്നെ അസംബിൾ, ബാക്കിയുള്ളതിലൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജും കേട്ടോ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നോക്കിയേ മക്കളെ, ഫസ്റ്റത്തെ വാക്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ശൂന്യത. വാക്വം. അപ്പോൾ ആദ്യം വാക്വം, പിന്നെ ട്രാൻസിസ്റ്റർ, പിന്നെ IC, മൈക്രോ പ്രോസസർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേട്ടോ. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ പിന്നെ IC വന്നു. ആദ്യം ഒരു വാക്വം ട്യൂബ് വന്നു, പിന്നെ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ സൗണ്ടുള്ള ട്രാൻസിസ്റ്റർ വന്നു, പിന്നെ IC വന്നു, പിന്നെ മൈക്രോ പ്രോസസർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ എല്ലാം 3 വരെയാണ്. 3 വരെ സ്റ്റോപ്പ്. ബാക്കി ഇവിടെ നോക്കുക കണ്ടോ, S ആണ്. ഇതെന്താണ്? ഹൈ ലെവലാണ്. ബാക്കിയുള്ള ഇവിടുന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, മെഷീന്, അസംബ്ലി ലാംഗ്വേജ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഓർത്തേക്കാന്നുള്ളൂ, പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ. പിന്നെ നമുക്കൊരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പുട്ടും റൈറ്റും തമ്മിൽ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ 2 ഫംഗ്ഷൻ, സ്ട്രീം ഫംഗ്ഷൻസിൽ വരുന്ന അല്ലേ, നമുക്ക് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിൽ വരുന്ന 2 ഫംഗ്ഷൻസ് ആണ് പുട്ടും റൈറ്റും അല്ലേ. ഇൻപുട്ടല്ല, ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന 2 ഫംഗ്ഷൻസ് ആണ് പുട്ടും റൈറ്റും. അപ്പോൾ അതെങ്ങനെയാണ്? ആദ്യം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ. എന്തിനു വേണ്ട? പുട്ടാവുമ്പോൾ ഒരു ക്യാരക്ടറിന് മാത്രം, അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടറിന് മാത്രം, ഒരേ ഒരു ക്യാരക്ടറിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രിൻറ്റ് ചെയ്യാനും ഔട്ട്പുട്ട് എടുക്കാനും പറ്റുള്ളൂ. പക്ഷേ റൈറ്റ് ആണെങ്കിൽ നമുക്ക് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന് നമുക്ക് എടുക്കാൻ പറ്റും. റൈറ്റ് ആവുമ്പോൾ ആ റൈറ്റിൽ തന്നെ ഉണ്ട്, നമുക്ക് ഒരു സാധനമല്ലോ ഒരുപാട് എഴുതാൻ പറ്റും. പുട്ടാവുമ്പോൾ ഒരു സാധനം മാത്രമേ ഉള്ളൂ, പുട്ടാവുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കണ്ടോ ദ ഡിസ്പ്ലേ എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. ക്യാരക്ടറിനെ മാത്രം അല്ലേ, ക്യാരക്ടറിനെ മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ, ഒരു ക്യാരക്ടർ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ എന്താണ്? സ്ട്രിങ്ങിനെ എടുക്കാൻ പറ്റും. യെസ് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾസോ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇത് തന്നെയാണ് നമ്മുടെ കേട്ടോ. കണ്ടോ, CHC എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പുട്ട് CH എന്ന് കൊടുക്കുമ്പോൾ ആ CH ഉള്ള വാല്യൂ C അല്ലേ, അതെന്ത് ചെയ്യും? ഡിസ്പ്ലേ ആവും. പിന്നെ ഇവിടെ B എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ കോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? B കൊടുത്തിട്ടുണ്ട്. അപ്പോൾ B എന്തായിരിക്കും? പ്രിൻറ്റഡ് ആയിരിക്കും അല്ലേ. പിന്നെ ഇവിടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അറേ കൊടുത്തിട്ടുണ്ട്, STR എന്ന് പറഞ്ഞിട്ട്. അതിലേക്ക് ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ STR റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരും കൊടുക്കണം, അതിൻ്റെ എന്ത് ചെയ്യണം? ലെങ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പ്രിൻ്റ് ആവും. ഇതിലിപ്പോൾ STRലുള്ള ഹലോ അങ്ങോട്ട് പ്രിൻ്റ് ആയിട്ട് വരും. അപ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് 2. ഒന്ന് ക്യാരക്ടറിനെ പ്രിൻ്റ് ചെയ്യുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു? സ്ട്രിങ്ങിനെ പ്രിൻ്റ് ചെയ്യുന്നു. സെറ്റ്. സിമ്പിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് മക്കളെ, നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണ്? 2 മെമ്മറികൾ, റാമും റോമും. അത് തമ്മിലൊരു ഡിഫറൻസിയേഷൻ എപ്പോഴും ചോദിക്കുന്ന 2 കാര്യമാണ്. എന്താണ് റാമും റോമും തമ്മിൽ വ്യത്യാസം? റാം സീതാറാമം അല്ലേ, നല്ല റാമാണെന്ന് വെച്ചാൽ മതി. ഫാസ്റ്റാണ്. റാം ഭയങ്കര ഫാസ്റ്ററാണ്,
റാമിൻ്റെ അത്ര ഫാസ്റ്റ് അല്ല റോം അല്ലേ. റാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും പോസിബിളാണ്. റാമിൽ റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം, പക്ഷെ റോം എന്തല്ല, റീഡിങ് മാത്രമേ ഉള്ളൂ. റൂമിലല്ലേ ഇരുന്ന് റീഡ് ചെയ്യുക, റീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂം റീഡ് എന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഇതെന്താണ്, ഇത് ഭയങ്കര ഫാസ്റ്ററാണ്, റാം ഭയങ്കര ഫാസ്റ്ററാണെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡൊക്കെ ഇട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ, റാം ഭയങ്കര ഫാസ്റ്റാണ്. ഓക്കെ. പിന്നെ ഇവിടെ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഡാറ്റ. നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട വാല്യൂസ് ഒക്കെയാണ് നമ്മൾ റാമിൽ സ്റ്റോർ ചെയ്യുക. പക്ഷേ റോമിൽ അതല്ല, നമുക്ക് പ്രോഗ്രാം എന്താണ്, ഇനീഷ്യലൈസേഷൻ, അതായത് ഒരു കമ്പ്യൂട്ടർ തുടങ്ങുമ്പോൾ ബൂട്ടിങ് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഇനീഷ്യലൈസേഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ബൂട്ട് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതൊക്കെ സ്റ്റോർ ചെയ്യാനാണ് റൂം അല്ലേ, റൂം. നെക്സ്റ്റ് ഇനി ഇതെന്താണ്, ഇത് വോളറ്റൈലാണെന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്, നോൺ വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിലത്തെ ഡാറ്റാസ് ഒക്കെ പോകും. പണ്ടത്തെ മറ്റേ ഗെയിം കളിക്കുന്ന സാധനം പോലെ ആ സാധനം ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള ആ ഗെയിമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കാൽക്കുലേറ്ററൊക്കെ ഓർത്തേക്കുക, കാൽക്കുലേറ്ററിലൊക്കെ നമ്മളത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ അത് സേവ് ചെയ്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആൻഡ്രോയിഡ് ഫോണിൽ അങ്ങനെയാണോ, ഇന്നെടുത്ത ഫോട്ടോ നാളെ ഉണ്ടാവില്ലേ. അപ്പോൾ റോം അങ്ങനെയാണ്, എന്താണ്, നോൺ വോളറ്റൈലാണ്. നമ്മൾ എത്ര എടുത്താലും ആ ഒരു ഇതെന്ത് ചെയ്യില്ല, പോവില്ല. ഓക്കെ, സെറ്റ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താ, അതിൻ്റെ മെറിറ്റ്സ് എന്താ. ഒന്നുമില്ല മക്കളെ, നമ്മളിപ്പോൾ ഒരു കല്യാണം വിചാരിക്കുക. ഈ കല്യാണത്തിന് ഇഷ്ടംപോലെ എന്താണ് പാർട്ടാക്കി തിരിക്കുന്നു. ഒന്നാമത്തെ പാർട്ട് അതിന് ഫുഡ് വേണ്ടി വരും, അതൊരു പാർട്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, ബസ്സോ കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. പിന്നെ എന്താ വേണ്ടി വരിക, പിന്നെ പെണ്ണ് വേണമല്ലേ, അതാണ് ഏറ്റവും വേറെ. അങ്ങനത്തെ ഒരുപാട് പാർട്ടുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ പാർട്ടുകൾ, പെണ്ണ് മാത്രമല്ല ചെക്കനും വേണേ, പെണ്ണാണെങ്കിൽ ചെക്കനും വേണം. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ പാർട്ടുകൾ. അപ്പോൾ വലിയ മാരേജ് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിനെ നമ്മൾ ചെറിയ സബായിട്ട് തിരിച്ചു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ ചെറിയ മൊഡ്യൂളുകളാക്കി തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ്. +2 കമ്പ്യൂട്ടർ സയൻസിനെ നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് ആക്കി തിരിക്കുന്നില്ലേ, ഈ ചാപ്റ്റേഴ്സൊക്കെ കൂടിയതല്ലേ കമ്പ്യൂട്ടർ സയൻസ്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ മൊഡ്യൂൾസ് ആക്കി തിരിക്കുന്നു. അതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്താണെന്നാ ചോദ്യം. അതിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാം എന്ന് പറയുക. അതിനോണ്ടുള്ള മെറിറ്റ്സ് എന്താണെന്ന് ചോദ്യം. എന്തൊക്കെ മെറിറ്റ്സ്? ചെറുതാക്കല്ലേ ചെയ്യുന്നത്, ചെറിയ കഷ്ടങ്ങളാക്കുമ്പോൾ അത് ചെറുതാവല്ലേ. റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ആവുന്നു. നെക്സ്റ്റ്, ചെറുതാവുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയും. വലിയൊരു സാധനത്തിന് ചെറുതാക്കി ഇങ്ങനെ പാർട്ടാക്കുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയും. കോംപ്ലക്സിറ്റി കുറയുമ്പോൾ എന്താ, അതിന് തെറ്റുകളൊക്കെ വരുത്താനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ വേറെ എന്താണ്, റീയൂസബിലിറ്റിയാണ്. നമ്മളിപ്പോൾ കുറേ മൊഡ്യൂൾസൊക്കെ മാറ്റിയിട്ട് മൊഡ്യൂൾസ് ആക്കി എന്ന് വിചാരിച്ചോ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ സാമ്പാറാണ് നമ്മുടെ വലിയ പ്രോഗ്രാം. അതിൽ ഓരോ ചെറിയ കഷ്ണങ്ങൾ അല്ലേ, മുരിങ്ങാക്കോല്, അങ്ങനത്തെ ഒരുപാട് തക്കാളി, സാമ്പാറിന് തക്കാളി ഇടല്ലേ, തക്കാളി, പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ. ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഓരോ മൊഡ്യൂളുകളാണ്. ഈ മൊഡ്യൂൾസൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ സാമ്പാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയത്. ഇനി അതല്ല, വേറൊരു പ്രോഗ്രാം ഉണ്ട്, എന്ത്, അവിയൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഇതിനിവിടെ യൂസ് ചെയ്ത് ഈ മൊഡ്യൂൾ എന്താ, മുരിങ്ങാക്കോല് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇവിടെ യൂസ് ചെയ്തൂടെ. അതാണ് റീയൂസബിലിറ്റി. നമ്മൾ വലിയ പ്രോഗ്രാമിനെ ചെറിയ പാർട്ടാക്കി മാറ്റുമ്പോൾ അതിലൊരു പാർട്ട് ചിലപ്പോൾ വേറെ പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ത് ചെയ്യുന്നു, റീയൂസബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീയൂസബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സെറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, പക്ഷേ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞ സ്ട്രക്ചർ ഒരു ഇതാണിത്. ഓക്കെ, എങ്ങനെ ചെയ്യുന്നറിയോ, അതായത് ആദ്യം നമുക്കൊരു ഇൻപുട്ട് വേണം. ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഒരാൾ എന്തായാലും വേണം. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഒരു ഭാഗം ഉണ്ടായിരിക്കും, ഇൻപുട്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കും, അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിനായിട്ടൊരു ഭാഗം ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട്. ഇതാണല്ലോ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലേ, ഇതാണല്ലോ നമ്മുടെ ഇത്. ഇൻപുട്ടും ഉണ്ടായിരിക്കും, ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇനി എന്താ, ഇതിന് രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഇൻപുട്ട് കൊടുക്കും, ഔട്ട്പുട്ട് നമുക്ക് കിട്ടും.
ഇതാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ നടത്തുന്നത്. ഇനി ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഇതിൽ 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ഒന്ന് മെമ്മറി യൂണിറ്റ്, MU മെമ്മറി യൂണിറ്റ്, പിന്നെ നമ്മുടെ സ്വന്തം CPU പ്രോസസ്സിംഗ് യൂണിറ്റ്. പ്രോസസ്സിംഗ് യൂണിറ്റിനുള്ള ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സംഭവം ഉണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും. എന്നിട്ട് അതേപോലെ തന്നെ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്തുണ്ടായിരിക്കും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണല്ലോ കമ്പ്യൂട്ടർ നടക്കുന്നത്. എന്നിട്ട് ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക, ഒന്ന് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ CPU ഉണ്ടായിരിക്കും. CPUവിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടാവും, മാത്തമാറ്റിക് യൂണിറ്റ് ഉണ്ടാവും. പിന്നെ എന്താണ്, ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടായിരിക്കും. ഒരു മെമ്മറി യൂണിറ്റ്. കാരണം ഇങ്ങനെ അരിതമാറ്റിക് ലോജിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യേണ്ടി വരും. അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്കറ്റുള്ളത്. പിന്നെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ്. ഇവിടെ ആയിരിക്കും ഓപ്പറേഷൻസ് ഒക്കെ നടക്കല്ലേ, ഇവിടെ ആയിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുക. പക്ഷേ ഈ മെമ്മറി യൂണിറ്റ് എന്താണ്, കൺട്രോൾ യൂണിറ്റ് എന്താണ്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുക, എല്ലാ സാധനത്തിനെയും കൺട്രോൾ ചെയ്യുക, അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് യൂണിറ്റ്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വരച്ച് വെച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് 2 ബോക്സ് ഇവിടെ വരയ്ക്കുക, 2 ബോക്സ് ഇവിടെ വരയ്ക്കുക, ഇവിടെ ഒരു ബോക്സ്, ഇവിടെ ഒരു ബോക്സ്, എന്നിട്ട് ലോജിക് യൂണിറ്റും അരിത്മെറ്റിക് യൂണിറ്റും, പിന്നെ എന്താണ് ഇവിടെ മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത് മതി മക്കളെ. സെറ്റ്. ഓക്കെ മക്കളെ, ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, എന്നാൽ മക്കളെ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക, നമ്മളെ ലൈവ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് കുറേ വീഡിയോസൊക്കെ ഇതുപോലെ വരുന്നുണ്ടാവും, ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ആ വീഡിയോസൊക്കെ കാണാൻ നല്ല രീതിയിൽ എക്സാം ചെയ്താൽ വിട്ട് കളയരുത് കേട്ടോ, വിട്ട് കളയരുത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത കൊല്ലം ചിലവരൊക്കെ അവസാന നിമിഷം കൊണ്ടാണ് ഇപ്പോൾ കയറി വരുന്നത്. ആ അവസാന നിമിഷത്തെ ആ ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതാ ഉയരെ ബാച്ച് ഉണ്ട് മക്കളെ, ഉയരെ ബാച്ച് ഉണ്ട്. ആദ്യം മുതൽ തന്നെ എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന നമ്മുടെ സ്വന്തം ഉയരെ ബാച്ച്. അതിനെന്താ, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിലിപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ക്രാഷ് ബാച്ചും ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമിനൊക്കെ കെമിസ്ട്രിയും അതുപോലെ തന്നെ എക്സാമുകളൊക്കെ വരാണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക മക്കളെ, സെറ്റായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക, സെറ്റാവുക. ഓക്കെ, അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കും വരയ്ക്കും. ടാറ്റാ.